ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ സക്സസ് ആകാൻ അങ്ങനെ പറയാൻ സാധിക്കും. സക്സസ് ആകാൻ സാധിച്ച ഒരു വ്യക്തിയാണെന്ന് കുറച്ച് പറയാൻ സാധിക്കും. കാരണം ഞാനൊരു സാധാരണ ഓട്ടോ മേഖലയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഈ ഒരു മേഖലയെ പറ്റി യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ആ, ചെയ്യാൻ തുടങ്ങിയ ഒരാൾ. എന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അപ്പന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധമില്ല, പക്ഷെ നെറ്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മീൻ പിടിക്കാൻ പോകുന്ന ആളാണ്. അപ്പൊ ഈ വലയൊക്കെ ഉപയോഗിച്ചുള്ള മീൻപിടുത്തമൊക്കെ ആണല്ലോ, അങ്ങനെ ഒരു നെറ്റുമായിട്ടുള്ള ബന്ധമുണ്ട്. പിന്നെ അമ്മയ്ക്കും നെറ്റ്വർക്കുമായിട്ട് ബന്ധമില്ലെങ്കിലും അമ്മയ്ക്ക് ഈ കുറച്ച് വർക്കുമായിട്ട് ബന്ധമുണ്ട്. കയറ് പിരിക്കുന്ന ആ ഒരു ജോലി ഉണ്ടായിരുന്നു. നെറ്റൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറുകളൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ നെറ്റും വർക്കുമായിട്ടൊക്കെ ഉള്ളൂ. എന്തായാലും എന്റെ കുടുംബത്തിലും ആരും ഈ ഒരു മേഖല ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. എല്ലാവരും സാധാരണക്കാരാണ്. ഏതെങ്കിലും ഒരു സാധാരണ ജോലിയോ അല്ലെങ്കിൽ ഗൾഫ് ജോലിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വിശ്വാസം, ഒന്ന് നോക്കാം, എന്തോ തട്ടിപ്പാണോ വെട്ടിപ്പാണോ ഒന്നും അറിയത്തില്ല, പൈസ കിട്ടുമെന്ന് പറയുന്നുണ്ട്, കിട്ടുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതിക്കൊണ്ട് ട്രയൽ ചെയ്യാൻ ഇറങ്ങി. എല്ലാം പ്രതീക്ഷ പോലെ തന്നെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ അടുത്ത് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു. നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ എന്റെ ഓട്ടോ സ്റ്റാൻഡിലുള്ള എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. കാരണം ഓട്ടോ സ്റ്റാൻഡിലെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമാണല്ലോ, നിങ്ങൾക്കറിയാം. എന്താണ്, ഒരു ഗ്യാങ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടോക്കാരനെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് തൊട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് സാധാരണ ഒരു ഇതപ്പെട്ട എല്ലാവർക്കും അറിയാം. ഓട്ടോ സ്റ്റാൻഡിലെ കാക്കക്കൂട്ടം പോലെ കൂടുന്ന ആൾക്കാരാണ് ഈ ഓട്ടോ സ്റ്റാൻഡുകാർ. അപ്പം ഓട്ടോ സ്റ്റാൻഡിലുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അടിക്കാനോ ഇടിക്കാനോ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ ഓടിയെത്തുന്ന എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ അടുത്താണ് ഞാൻ ആദ്യം ഓപ്പർച്യൂണിറ്റി പറഞ്ഞത്. എന്നാലും അവരൊക്കെ നോ പറഞ്ഞു. നോ പറഞ്ഞെന്ന് മാത്രമല്ല, ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് കളിയാക്കി, ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും 17 പേരോളം ഈ ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോ ഇത്രയും പേര് നോ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്ത് എന്തോ സത്യസന്ധത ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഞാനും ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തു. പിന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരു ലീഡർ ഉണ്ട്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇനി ഇത് ചെയ്യുന്നില്ല, ഇതൊന്നും നടക്കത്തില്ല, എന്റെ കയ്യിൽ നിന്ന് മുടക്കിയ പൈസക്ക് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്, നഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഓട്ടോ മേഖലയിലേക്ക് തിരിച്ചു. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് ആ സ്പോട്ടിൽ തന്നെ എന്നെ കാണാനായിട്ട് വന്നു. നേരിട്ട് വന്ന് എന്റെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യരുതെന്ന് നിന്റെ അടുത്ത് പറഞ്ഞ ആൾക്ക് ഈ ഒരു മേഖല ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എന്തെങ്കിലും മേഖല ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അവരുടെ അടുത്ത് എന്ത് പറഞ്ഞത്, എന്റെ അടുത്ത് ആദ്യം വന്ന് ചോദിച്ചു, നിനക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയത്തില്ല. ഓട്ടോ ഓടിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. ഓട്ടോ ഓടിക്കാൻ. അപ്പൊ ഓട്ടോ ഓടിക്കുന്നതിനെ കുറിച്ച് എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഓട്ടോ ഓടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഹെലികോപ്റ്റർ ഓടിക്കുന്നതിനെ കുറിച്ച് ചോദിക്കട്ടെ, പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു പറഞ്ഞു തരാൻ പറ്റത്തില്ല, കാരണം അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല. ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരിക്കലും അത് ആ എക്സ്പീരിയൻസോട് കൂടി വരുന്നവരല്ല. അവരിതിനകത്ത് ഒരു പുതുമ തേടി വരുന്നവരാണ്. ഒരു ഒരു കച്ചവടം, പുതിയ രീതിയിൽ ഒരു കച്ചവടം അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരാൾ ഏൽപ്പിച്ചപ്പോ, അദ്ദേഹം കൊടുത്തപ്പോ, അദ്ദേഹത്തിനോടുള്ള വിശ്വാസം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇതെന്താണെന്നൊന്ന് പരീക്ഷിക്കാൻ വരുന്ന ആളുകളാണ്. അപ്പൊ എന്തായാലും ആ വിശ്വാസത്തോടു കൂടി പരീക്ഷിക്കാൻ വരുന്ന ആളുകൾ വിജയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അല്ലാതെ ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടിക്കുന്നവർക്കോ, അല്ലെങ്കിൽ എന്റെ അപ്പന്റെ കൂടെ മീൻ പിടിക്കാൻ പോകുന്നവർക്കോ, അമ്മയുടെ കൂടെ കയർ പിരിക്കാൻ പോകുന്നവർക്കോ, അല്ലെങ്കിൽ ഞങ്ങളുടെ അയലത്തുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിനെ കുറെ കാലം മുമ്പ് കുറെ ആട്, തേക്ക്, മാഞ്ചിയം, മണീച്ചൻ എന്തിനു പറയുന്ന മദ്യക്കുപ്പിയുടെ പേരിൽ പോലും കുറേയധികം ഇതുപോലെയുള്ള മേഖലകൾ വന്നുപോയ നാടാണ്. എന്നാൽ ഇപ്പൊ ഒക്കെ ഫിജിക്കാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഭിമാനത്തോടു കൂടി ഈ ഒരു മേഖല ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി 19 നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മുടെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ്, അദ്ദേഹം ഒരു 1.5 ലക്ഷം പേരുടെ മുന്നിൽ വെച്ച് ഈ ഒരു രംഗത്തിന്, ഈ ഒരു മേഖലയ്ക്ക് വലിയൊരു നിയമ സംരക്ഷണം തന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി 100% നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇവിടെ തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ഗവൺമെന്റ് ഒരുക്കി തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള കള്ളനാണയങ്ങളെ കണ്ടുപിടിക്കാനുള്ള മാർഗവും അതേ ഗവൺമെന്റ് തന്നെ സ്വീകരിക്കുകയുണ്ടായി. സോ നമുക്കിവിടെ ധൈര്യമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിന്റെ ലീഗൽ വശങ്ങളും കാര്യങ്ങളും ഒക്കെ ധൈര്യമായിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കാം. യൂട്യൂബിലല്ല, വെബ്സൈറ്റിൽ കയറി നോക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം യൂട്യൂബിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നെഗറ്റീവ് ഒക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫിജിക്കാട്ട് എങ്കിൽ പോലും അവിടെയൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ കാറ്റും കോളും എല്ലാം ഇളക്കവും ഒക്കെ ഉണ്ടായിട്ടും പല ചാനലുകാരും എന്തു പറയുന്നേ
ഒന്നടങ്കം വേണമെങ്കിൽ ഫിജിക്കാർഡിനെ കുറിച്ച് ബോച്ചയെ കുറിച്ചൊക്കെ ഒരുപാട് നെഗറ്റീവുകൾ നിരത്തിയിട്ടും ഈ വരുന്ന 30-ാം തീയതി കമ്പനിയുടെ 8ാമത്തെ വാർഷികം അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ വാർഷികം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ കമ്പനി നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന, നിയമത്തിന്റെ സംരക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന കമ്പനി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് 8 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കും. പറഞ്ഞില്ലേ, ഞാനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഇതിനകത്ത് 1 കോടി രൂപ വില്ല ഫണ്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് ബിസിനസ്സിലേക്ക് വന്ന ഒരാളൊന്നും അല്ല. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ 10 വർഷത്തോളം ഓട്ടോ ഓടിച്ചു. അതിനു മുമ്പ് ഒരു 5-5.5 വർഷത്തോളം, അതിനു മുമ്പ് ഒരു 8 മാസത്തോളം അബുദാബിയിൽ ജോലി ചെയ്തു, ലേബറായിട്ട് ജോലി ചെയ്തു. അതിനു മുമ്പ് ഒരു 5.5 വർഷത്തോളം ബാംഗ്ലൂരിൽ ജോലി ചെയ്തു. അതിനു മുമ്പ് ഒരു 1.5 വർഷം ഗോവയിൽ ജോലി ചെയ്തു. അതിനു മുമ്പ് ഒരു വർഷത്തോളം ബോംബെയിൽ ജോലി ചെയ്തു. കുറെ ജോലികൾ, 17 വർഷത്തോളം ജോലി ചെയ്തു. 17 വർഷത്തോളം ജോലി ചെയ്തിട്ട് 48 ലക്ഷം രൂപയോളം കടബാധ്യതയല്ലാതെ മിച്ചമൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. 2013 ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഉണ്ടായ കടം, ആ കടം തീർക്കാനായിട്ട് മാർഗ്ഗമില്ലാതെ കുറെ തെറ്റായ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് എടുത്തിയാടിയും ഒക്കെ കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറുക്ക് വഴിയിലൂടെയൊക്കെ നടന്ന് ഉണ്ടാക്കിയെടുത്ത കടമാണ് കേട്ടോ. സ്വന്തം പെങ്ങളെ കെട്ടിച്ചതോ അല്ലെങ്കിൽ വീട് വെച്ചതോ ഒന്നുമല്ല. 48 ലക്ഷം രൂപയോളം കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോൾ ഇതിന്റെ നിയമവശം ഒന്നും നോക്കിയില്ല. ബോബി ചെമ്മണ്ണൂർ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ടിവിയിൽ കൂടെ ഇല്ല 812 കിലോമീറ്റർ ഓടിയതിന്റെ അത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിലുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കോമാളിയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീക്ഷിക്കുന്നതെങ്കിൽ ഞാനും ഏകദേശം അത്രയൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് എന്താ വട്ടാണോ ഈ റോഡിൽ കിടന്ന് ഓടാൻ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. എന്താണെങ്കിലും ഫിജിക്കാർഡിലേക്ക് വരുമ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്താണോ അതാണ് നോക്കിയില്ല. മുടക്കിയ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടിയല്ലോ. ഇവിടെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും മുടക്കേണ്ട സാഹചര്യമില്ല. കുറച്ച് പൈസ മുടക്കി കുറച്ച് സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ മതിയല്ലോ. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിലും പുറത്തുനിന്ന് ഞാൻ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഇതിനകത്തുള്ളതെന്ന് കരുതിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അങ്ങനെ എടുത്തു വെച്ചപ്പോൾ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു 2000 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് തുടങ്ങിയത്. കാരണം എനിക്ക് ഏകദേശം 70ഓളം മൈക്രോ ഫിനാൻസുകൾ ഉണ്ടായിരുന്നു. എന്നെ വിശ്വസിച്ച് ലോണുകൾ എടുത്തു വന്ന ഒരുപാട് വീട്ടമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പുറത്ത് കടത്തിൽപ്പെട്ട് സമാധാനമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന കേട്ടോ. ഓട്ടോ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിനെ 4 മണിക്ക് നീണ്ടാര ഹാർബറിൽ എത്തും. മീൻ കച്ചവടം ചെയ്യുന്ന പെണ്ണുങ്ങളെ കൊണ്ട് പോകുന്ന ഓട്ടോയ്ക്കകത്ത്. അവര് മീനെടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് മീൻ കച്ചവടം ചെയ്യും. കാരണം പൈസ വേണം. കാരണം 1,37,000 രൂപയോളം എനിക്ക് മാസം അടവുകൾ മാത്രമായിട്ടുണ്ട്. പലിശയും അടവുകളും ഗോൾഡിന്റെ ലോണും ബാങ്ക് ലോണും എല്ലാമായിട്ട് ഏകദേശം 1,37,000 രൂപയോളം ഉണ്ട്. എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും എനിക്ക് ഒരു മാസം ഒരു 50,000 രൂപ 60,000 രൂപയിൽ കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് വന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ ചിന്തിക്കുന്ന ഒരു 2000 രൂപ ഇതിനകത്ത് നിന്ന് ആഴ്ച കിട്ടുമെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്രോ ഫിനാൻസ് അടയ്ക്കാമെന്നുള്ള ചിന്താഗതിയാണ്. ആ ഒരു ചിന്താഗതിയിൽ തുടക്കം പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഈ ബിസിനസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിശ്വാസത്തോടെ ഈ ബിസിനസ് നിർത്താൻ തീരുമാനം എടുക്കുമ്പോൾ എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരു വ്യക്തി, ഈ പ്ലാൻ പ്രസന്റേഷൻ എനിക്ക് പറഞ്ഞു തന്നൊരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് ഈ ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. നീ ഒറ്റയ്ക്ക് ചെയ്താൽ ഇതിനകത്ത് നിനക്ക് വിജയിക്കാൻ പറ്റത്തില്ല. സപ്പോർട്ടോടുകൂടി ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റും. നീ ഒറ്റയ്ക്ക് ആരടുത്തും ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയേണ്ട. നിന്റെ വീട്ടിൽ വെച്ചൊരു മീറ്റിംഗ് സെറ്റ് ചെയ്ത് ആ ഒരു മീറ്റിംഗിൽ നീ എന്നെ വിളിക്കും. ഞാൻ വന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് അന്ന് ഈ പറയുന്ന രീതിയിൽ സൂം മീറ്റിംഗോ ഡിജിറ്റലോ സപ്പോർട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ആകെപ്പാടെ കമ്പനിയിൽ തന്നെ 3-4 പ്രൊഡക്റ്റുകളേ ഉള്ളൂ. അന്ന് പെർഫോമൻസ് ബോണസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അന്ന് മണി ചെയിനും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗും തമ്മിൽ വ്യത്യാസം ആളുകൾക്ക് അറിയത്തില്ല. ഇത് ഒരു നാണയത്തിന്റെ 2 വശം എന്ന് പറയുന്ന കണക്ക് ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നെഗറ്റീവായിട്ട് തന്നെ നിൽക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ആളുകളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ആരെടുത്ത് എന്ന് പറഞ്ഞാലും ഒരു മണി ചെയിൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ബിസിനസ് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നഷ്ടമൊന്നുമില്ല. കുറച്ച് പേസ്റ്റാ വാങ്ങിയത് കൊണ്ടുനടന്ന് വിറ്റ് അതിന്റെ പൈസ തിരിച്ചു കിട്ടിയപ്പോൾ നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് മാറിയ ഒരാളാണ്. അദ്ദേഹം വന്ന് പറഞ്ഞതിന്റെ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാന്ന് കരുതിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. ഒരു വീട്ടിലൊരു ഹൗസ് മീറ്റിംഗ് വെച്ച് ആ മീറ്റിംഗിലൂടെ വന്ന് 2 പേര് എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്തു. കരുനാഗപ്പള്ളിയിൽ വെച്ചൊരു കുഞ്ഞു പ്രോഗ്രാം നടത്തിയപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് എന്റെ ഒരു സുഹൃത്തിനെ കരുനാഗപ്പള്ളി വരെ കൊണ്ടുവിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തെ പ്രോഗ്രാം കേൾപ്പിച്ചു. അദ്ദേഹവും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വഴി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 35 പേരോളം പ്രോഗ്രാം കിട്ടുന്ന 4 പേരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു. ആ 4 പേരിലൂടെ തുടങ്ങിയ യാത്ര ഇന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന തരത്തിൽ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഏകദേശം 2 കോടി രൂപയുടെ അടുത്ത് ഫിജിക്കാർഡിലൂടെ ഇതുവരെ ഏൺ ചെയ്യാൻ സാധിച്ചു. 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട് ഈ വരുന്ന 30-ാം തീയതി ബോച്ചയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. ഇതൊക്കെയാണ്
പറഞ്ഞാലും അടുത്ത ഒരു വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ ഈ കമ്പനിയിലൂടെ 3-3.5 കോടി രൂപയോളം ഏൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം മുന്നിലുണ്ട്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാലും ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇന്ന് 8ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിലൂടെ ഇത്രയും ലക്ഷങ്ങളും കോടികളും ഒക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റി. യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. ആർക്ക് വേണമെങ്കിലും സോറി, ഏത് സംശയം പറഞ്ഞാലും അവർക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ഒരു പ്രൂഫ് ഉണ്ട്. ഇതൊക്കെയാണ് കാര്യമെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ അധികം ആരും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും സക്സസ് ആകാൻ ഒരേ രീതിയിലുള്ള അവസരം ഉണ്ടായിട്ടും 80% ആളുകൾ ഈ ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നതാണ് കാണാറുള്ളത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ആളുകൾ നോ പറയുമ്പോൾ അവരെ വിശ്വസിച്ച്, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിനകത്ത് ആദ്യമേ അത് എടുത്തു പറഞ്ഞ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ നോ പറയുമ്പോൾ അവരെ വിശ്വസിച്ച് നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന സംഭവം അവർക്ക് അത് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അവര് വർഷങ്ങൾ ഇത് ചെയ്തിട്ട് പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്കത് കേൾക്കാം, കേട്ട് നമുക്ക് മാറി നിൽക്കാം. പക്ഷെ ഈ ഒരു മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പോലും അറിയാൻ വയ്യാത്ത ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നത്. ഇവിടെ ആക്റ്റീവ് ഇൻകം മാത്രം ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഫിജിക്കാട്ട് എന്ന് പറയുന്നത്. പാസീവ് ഇൻകം കൂടി ലഭിക്കുന്നത്, നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ കാലശേഷവും വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഒരു ടീം സെറ്റ് ചെയ്ത നല്ലൊരു ടീമിനെ റൺ ചെയ്ത് പോകാൻ സാധിച്ചാൽ, ടീമിലൂടെ കൂടെ വരുന്നവരുടെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വരുമാനം സുരക്ഷിതമാക്കിക്കൊണ്ട് പോകാൻ സാധിച്ചാൽ ഏതൊരു വ്യക്തിക്കും അതിലൂടെ പാസീവ് ഇൻകം, നമുക്ക് വയ്യാണ്ട് കിടന്നാൽ പോലും ആ ഒരു സമയത്ത് പോലും വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. ഞാൻ ഫിജിക്കാട്ടിൽ വന്നതിന് ശേഷം ഒരു 8 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡെങ്കു അടിച്ചിട്ട് 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ആ 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഇറങ്ങിയ സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് പുറത്താണ്. 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന്റെ ബില്ല് അടച്ചത് ഫിജിക്കാർഡിന്റെ മെഡിക്ലെയിം ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു രൂപ പോലും ചെലവില്ലാതെ സമാധാനത്തെ അവിടെ കിടക്കാൻ പറ്റിയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോച്ച് അറിയാലോ, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരുപാട് പേരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു വലിയ വലിയ മനുഷ്യർ, ശത്രുക്കൾ പോലും വിളിച്ചിട്ട് കോച്ച് ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും വിളിച്ചിട്ട് എന്ത് പറയുന്നത്, ഒരു സഹായം കിട്ടുമോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളുടെ കമന്റുകൾ കാണാൻ സാധിക്കും. എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്കൊരു വീട് വെച്ച് തരാമോ, എനിക്ക് എന്റെ കുഞ്ഞിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ചാരിറ്റിയുടെ അങ്ങേയറ്റം, ജെന്യൂൻ ആയിട്ട് ചാരിറ്റി ചെയ്യുന്ന ഒരു നന്മ മരം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി കോച്ച് ചെയ്ത ബിസിനസ് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ചാരിറ്റി ആയിട്ട് തുടങ്ങിയെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു 10ാം ക്ലാസ് തോറ്റുപോയ വ്യക്തിയാണ് കേട്ടോ. 10ാം ക്ലാസ്സിന് മുകളിൽ എനിക്ക് വിദ്യാഭ്യാസമില്ല. 10ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസം ഇല്ലെന്ന് മാത്രമല്ല, 10ാം ക്ലാസ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എഴുതി വെച്ച ഒരാളാണ്. പഠിക്കാൻ തീരെ കഴിവില്ല. 159 മാർക്കാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയത്. ആ ഒരു തോൽവിയിൽ നിന്ന് 15ാമത്തെ വയസ്സ് മുതൽ കൂലിപ്പണിക്ക് ഇറങ്ങി കൂലിപ്പണി തന്നെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ കുറുക്ക് വഴികൾ തേടി അതിലൂടെയൊക്കെ കടമായി, കടം തീർക്കാൻ പറ്റാതെ സമാധാനമില്ലാതെ പലിശക്കാരും കടക്കാരും ഒക്കെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയും വീട്ടിൽ സമാധാനമില്ലാതെ മുടിയനായ പുത്രൻ എന്ന് പേര് കേൾക്കുകയും വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ എന്തു പറയുന്നേ ജീവിക്കുക, എന്തു പറയുന്ന ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ദിവസം എന്റെ ഫാദർ എന്റെ അടുത്ത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് 100 രൂപ ചോദിച്ചു. 100 രൂപ ചോദിച്ച സമയത്ത് ആ വാതിൽ വലിച്ചടച്ചിട്ട്, ദേഷ്യത്തോടു കൂടി വാതിൽ വലിച്ചടച്ചിട്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. കാരണം ആ 100 രൂപ കൊടുക്കാൻ എന്റെ ഇല്ല. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടുകൂടി വാതിൽ വലിച്ചടച്ചിട്ടൊരു പോക്ക. അവിടെ മിണ്ടത്തില്ല. അപ്പനും അമ്മയായിട്ടൊന്നും മിണ്ടത്തൊന്നുമില്ല. ഫിജിക്കാട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും അയലത്തുകാരും അവരും ഇവരും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്ന് അപ്പനെ പറഞ്ഞ് പേടിപ്പിച്ചു. അവൻ ഏതാണ്ട് പുതിയ തട്ടിപ്പുമായിട്ട് നടക്കും. ഓൾറെഡി അവൻ കടക്കാരനാണ്, കടം വരുത്തി വെച്ചവനാണ്, അവൻ തല്ലിപ്പൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരിപ്പോ ഏതാണ്ട് നാട്ടുകാരെ പറ്റി ഇനി വലിയൊരു ഇതിലേക്കാണ് പോകുന്നത്. അവൻ ഭയങ്കരമായിട്ട് പറഞ്ഞ് പേടിപ്പിച്ച സാഹചര്യം വെക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പന്റെ വായിന്ന് ചീത്ത വിളിയാ. വഴക്ക് കേൾക്കുവോ. അപ്പൻ അത്യാവശ്യം കുടിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ, പാവമാണ്. അങ്ങനെ അപ്പനൊരു വില്ലനാക്കി മാറ്റുമെന്നല്ല. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്റെ അപ്പൻ തന്നെയാണ്. മനസ്സിലായില്ലേ. അപ്പം അപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക്, അപ്പനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെല്ലാം. എന്താണെന്ന് പറഞ്ഞില്ല. അപ്പം അപ്പന് വഴക്ക് പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, അപ്പനെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലല്ലേ വഴക്ക് പറയുന്നത്. അപ്പം വിഷമത്തോടു കൂടി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ബാഗും തൂക്കി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വീട്ടിൽ നിന്ന് ബാഗും തൂക്കി ഫിജിക്കാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 7 വർഷങ്ങൾക്കിടയ്ക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയാൽ തന്നെ ഒരു 5-10 മിനിറ്റോ ഇരിക്കും, തിരിച്ച് വരും. അതിനുശേഷം ഇതുവരെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പം ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ കമ്പനിയിലൂടെ 1 കോടി രൂപ വാങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ എന്റെ തിരിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങൂ എന്ന് തീരുമാനം എടുത്തേക്കുന്ന ഒരാളാണ്.
തീർച്ചയായിട്ടും ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ ചെറുതും വലുതുമായ വരുമാനം എത്തിച്ചു കൊടുക്കാനും, ഒരുപാട് പേരുടെ ജീവിതത്തില് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും, സാധാരണക്കാരനായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ്, സാധാരണക്കാരിൽ സാധാരണക്കാർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്റെ ഒരു ഡയറി എടുത്ത് നിങ്ങൾക്ക് വായിക്കാൻ, ഞാൻ എഴുതുന്ന ഡയറി എടുത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കും ഡോക്ടർമാർക്കും മാത്രമേ ആ ഒരു ലിപി അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ഡോക്ടർമാർ എഴുതുന്ന സാധനം മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കെങ്കിലും വായിക്കാൻ പറ്റും. ഞാൻ എഴുതുന്ന സാധനം ഞാൻ തന്നെ വായിച്ചെടുക്കാൻ കുറെ പാടുപെടാറുണ്ട്. അതാണ് എന്റെ വിദ്യാഭ്യാസ യോഗ്യത. സോ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്നെ തന്നെ താഴ്ത്തി പറയുന്ന ഒന്നുമല്ല കേട്ടോ. ആ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സക്സസ് ആകാൻ, അതൊരു ചെറിയ കാര്യമല്ലല്ലോ. മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും പോലും അറിയാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിട്ടും, നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതിരുന്നിട്ടും, ഒരു തല്ലിപ്പൊളി ചുറ്റുപാടിൽ നിന്ന് വന്നിട്ട്, എന്റെ നാട്ടിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു തല്ലിപ്പൊളി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. ഇന്ന് ക്ഷമയുടെ അങ്ങേയറ്റമാ. മഹാത്മാഗാന്ധി പോലും മാറി നിൽക്കും ക്ഷമയുടെ ആ കാര്യത്തിൽ. അത്രത്തോളം ക്ഷമയോടുകൂടി ഈ ബിസിനസിനെ വീക്ഷിക്കുന്നു. കൂടെ നിൽക്കുന്നവർ ചതിക്കുമ്പോഴും വഞ്ചിക്കുമ്പോഴും ഒക്കെ ചിരിച്ചുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളോടും പറയാനുള്ള ചെറിയൊരു മെസ്സേജ്. ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ ഇതുവഴി ഫേസ്ബുക്ക് വഴി ഒരു റീല് കണ്ടു. ഒരു ആമയും ഒരു ഞണ്ടും, വേറൊരു കുറുക്കനോ പട്ടിയോ ഏതാണ്ട് അണ്ണാനോ ഏതാണ്ടൊരെണ്ണം. ഒരു ഞണ്ട് വന്നിട്ട് എല്ലാ ദിവസവും ആമയെ ഇങ്ങനെ കടിക്കുന്നു. കടിക്കുന്ന സമയത്ത് എന്തുവാ ആമ അതിനെ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു വിടുന്നു. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ജീവി അതിനടുത്ത് ആമയെടുത്ത് ചോദിക്കുക, അത് നിന്നെ എന്നും വന്ന് ഉപദ്രവിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ നീ അതിനോട് ക്ഷമിക്കുന്നത്? ഒരു ആമ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. ആമ പറയുന്ന ഒരു ഡയലോഗ് ഇതാണ്: കടിക്കുക എന്നുള്ളത് അവന്റെ രീതി, അവനോട് ക്ഷമിക്കുക എന്നുള്ളത് എന്റെ രീതി. സോ ഞാൻ ജീവിതകാലം മൊത്തം അവൻ എന്നെ കടിച്ചത് കൊണ്ട് എന്റെ രീതി ഞാൻ മാറ്റണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ക്ഷമിക്കുക, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുക. കൂടെ വന്നവർ